ക്രിസ്മസിനെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. ക്രിസ്മസ് പടിവാതിൽക്കൽ എത്തിയപ്പോൾ ആഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകാൻ വിപണിയും സജീവമായി. പതിവ് പോലെ നക്ഷത്രങ്ങളും കാർഡുകളും കേക്കുകളും വിപണിയെ വർണ്ണാഭമാക്കി. ക്രിസ്മസ് ആഘോഷത്തിനായി ദേവാലയങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. പള്ളികളിൽ രാത്രി പ്രത്യേക പ്രാർത്ഥന നടക്കും. കേക്ക് മുറിച്ചും ഗാനം ആലപിച്ചും ലോകമെങ്ങും വിശ്വാസികൾ ആഘോഷത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ തിരുപ്പിറവിയോട് അനുബന്ധിച്ചുള്ള പ്രത്യേക ചടങ്ങുകളും പാതിരാ കുർബാനയും നടക്കുകയാണ്. എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ നിന്നും ഉമേഷ് തത്സമയം ചേരുന്നു. ഉമേഷ്, എത്രത്തോളം ഒരുങ്ങിക്കഴിഞ്ഞു ക്രിസ്മസിനെ വരവേൽക്കാൻ? പള്ളികളിൽ പ്രാർത്ഥന പുരോഗമിക്കുകയാണോ? ഏറ്റവും പുതിയ വിവരങ്ങൾ. പ്രജീഷ്, ക്രൈസ്തവ സമൂഹങ്ങൾക്കെല്ലാം ഇന്ന് ആഘോഷരാവാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം സെൻറ്റ് മേരീസ് ബസലിക്കയിലാണ്. കത്തോലിക്ക സഭയുടെ ആഘോഷങ്ങൾ കൃത്യം 11 മണിക്ക് തന്നെ ആരംഭിക്കും. രാത്രി 11 മണിക്ക് തന്നെ പാതിരാ കുർബാന ആരംഭിക്കും. തുടർന്ന് 12 മണിയോടെ തിരുപ്പിറവിയുടെ വരവ് ഉണർത്തിക്കൊണ്ട് പള്ളി മണികൾ മുഴങ്ങും. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ കാർമ്മികത്വത്തിലാണ് എറണാകുളം സെൻറ്റ് മേരീസ് ബസലിക്കയിൽ തിരുപ്പിറവി കർമ്മങ്ങൾ നടക്കുക. ഇതോടൊപ്പം മറ്റ് ക്രൈസ്തവ ദേവാലയങ്ങളിലും കത്തോലിക്ക സഭയുടെ തന്നെ മറ്റ് ക്രൈസ്തവ ദേവാലയങ്ങളിലും തിരുപ്പിറവി കർമ്മങ്ങൾ നടക്കും. ഇതിനു പുറമെ മറ്റ് സഭകൾ, യാക്കോബായ സഭയുടെ തിരുപ്പിറവി കർമ്മങ്ങൾ വൈകിട്ട് 7 മണിയോടെ തന്നെ ആരംഭിച്ചിരുന്നു. ഓർത്തഡോക്സ് സഭയുടെയും രാത്രി 10 മണിക്ക് ആരംഭിക്കുന്നുണ്ട്. ഇതിനു പുറമെ മർത്തോമാ സഭ, CSI സഭ തുടങ്ങിയ സഭകൾക്ക് കീഴിലുള്ള ദേവാലയങ്ങളിലും ക്രൈസ്തവ ദേവാലയങ്ങളിലും അർദ്ധരാത്രിയോടെ തന്നെ തിരുപ്പിറവി കർമ്മങ്ങൾ തുടങ്ങും. സെൻറ്റ് മേരീസ് ബസലിക്കയിൽ കൃത്യം 11:45 കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി എത്തി തിരുപ്പിറവി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. കർമ്മങ്ങൾക്ക് തുടക്കമാകും എന്നുള്ളതാണ് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. ക്രൈസ്തവ സമൂഹം എല്ലാം തന്നെ വളരെ ആഘോഷത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കൃത്യം 12 മണിക്ക് തന്നെ ഈ ചടങ്ങുകൾക്ക് ശേഷം വരവേൽക്കാൻ ഒരുങ്ങി ക്രൈസ്തവ സമൂഹം. ഒപ്പം തന്നെ ദേവാലയങ്ങളിലും പ്രാർത്ഥനകളും കുർബാനകളും പാതിരാ കുർബാനകളും പുരോഗമിക്കുകയാണ്. ഉമേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ജമ്മു കാശ്മീരിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമം BJP ഊർജിതമാക്കി. സ്വതന്ത്രർ ഉൾപ്പെടെ 31 MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് BJP അവകാശപ്പെട്ടു. ചർച്ചകൾക്കായി അരുൺ ജെയ്റ്റ്ലിയുടെ നേതൃത്വത്തിലുള്ള സംഘം നാളെ ജമ്മു കാശ്മീരിലേക്ക് പോകും. അതേസമയം ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ നാളെ BJP MLA-മാർ യോഗം ചേരും. ദില്ലിയിൽ ചേർന്ന BJP പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങളുണ്ടായത്. സ്വതന്ത്രർ ഉൾപ്പെടെ 31 MLA-മാരുടെ പിന്തുണയുള്ളതായി BJP അവകാശപ്പെട്ടു. PDPയുടെ പിന്തുണയോടുകൂടി സർക്കാർ ഉണ്ടാക്കുന്നതിന് തന്നെയാണ് പ്രഥമ പരിഗണന. PDPക്ക് 28ഉം സ്വതന്ത്രർ ഉൾപ്പെടെ BJPക്ക് 31 MLA-മാരുടെ പിന്തുണയുള്ളതിനാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് BJP അവകാശവാദം ഉന്നയിക്കും. എന്നാൽ BJPക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകാൻ PDP തയ്യാറാവില്ലെന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ നാഷണൽ കോൺഫറൻസുമായി സഖ്യമുണ്ടാക്കാനും BJP തയ്യാറായേക്കും. ജനവിധി എതിരായതിനാൽ മന്ത്രിസഭയിൽ ചേരാതെ പുറത്തുനിന്നും പിന്തുണ നൽകാമെന്ന നിലപാടായിരിക്കും നാഷണൽ കോൺഫറൻസ് സ്വീകരിക്കുക. സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി അരുൺ ജെയ്റ്റ്ലിയുടെ നേതൃത്വത്തിലുള്ള BJP സംഘം നാളെ ജമ്മു കാശ്മീരിലേക്ക് പോകും. അതേസമയം ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിലും പാർലമെന്ററി പാർട്ടി യോഗം ധാരണയിൽ എത്തിയതായാണ് സൂചന. നാളെ ചേരുന്ന BJP MLA-മാരുടെ യോഗം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്കും മദൻ മോഹൻ മാളവ്യയ്ക്കും ഭാരതരത്ന പുരസ്കാര ശുപാർശ രാഷ്ട്രപതി പ്രണബ് മുഖർജി അംഗീകരിച്ചു. കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് തീരുമാനം എടുത്തത്. ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ BJP നേതാവും 7ാമത്തെ പ്രധാനമന്ത്രിയുമാണ് വാജ്പേയി. ഇന്ന് ചേർന്ന പ്രത്യേക കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്കും മദൻ മോഹൻ മാളവ്യയ്ക്കും രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകാൻ തീരുമാനിച്ചത്. മന്ത്രിസഭാ യോഗത്തിലുണ്ടായ തീരുമാനമനുസരിച്ച് പ്രധാനമന്ത്രി ഇരുവർക്കും ഭാരതരത്ന നൽകണമെന്ന് രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യുകയും രാഷ്ട്രപതി അത് അംഗീകരിക്കുകയും ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റാണ് മദൻ മോഹൻ മാളവ്യ. രാഷ്ട്രീയം വിട്ട ശേഷം വിദ്യാഭ്യാസ രംഗത്ത് മികച്ച സേവനം നടത്തിയ ആളാണ് മദൻ മോഹൻ മാളവ്യ. ബനാറസ് സർവകലാശാലയുടെ സ്ഥാപകനുമാണ് അദ്ദേഹം. നാളെ 90ാം പിറന്നാൾ ആഘോഷിക്കുന്ന വാജ്പേയിക്കുള്ള സമ്മാനമായാണ് ഇന്ന് തന്നെ ഭാരതരത്ന പ്രഖ്യാപിച്ചതും. കൂടാതെ വാജ്പേയിയുടെ ജന്മദിനം ഇനി മുതൽ സദ്ഭരണ ദിനമായി ആചരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്ത് തന്നെ വാജ്പേയിക്ക് ഭാരതരത്ന നൽകണമെന്ന ആവശ്യം ഉയർന്നിരുന്നെങ്കിലും സർക്കാർ അതിന് അനുവാദം നൽകിയിരുന്നില്ല. അതേസമയം അന്തരിച്ച നിയമജ്ഞൻ കൃഷ്ണയ്യർക്ക് ഭാരതരത്ന നൽകണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള MP-മാരും മറ്റും പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നെങ്കിലും അത് പരിഗണിച്ചില്ല.
ന്യൂസ് ബ്യൂറോ, ദില്ലി. സുധീറിന്റെ മറുപടിയുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒറ്റപ്പെടുന്ന സാഹചര്യം കരുണാകരന് ഉണ്ടായിട്ടില്ലെന്നും അധികാരമുള്ളപ്പോഴേ ആളുണ്ടാകൂ എന്നത് എല്ലാവർക്കും ബാധകമാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ചാരായ നിരോധനത്തിന് ശേഷം ബിവറേജസ് ഔട്ട്ലെറ്റുകൾ വ്യാപകമായി തുറന്നപ്പോൾ AK ആന്റണിയെ എതിർക്കാതിരുന്നവരാണ് ഇപ്പോൾ തന്നെ എതിർക്കുന്നതെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. കേരളത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടില്ലെന്നും മന്ത്രിസഭായോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രതികരിച്ചു. മദ്യനയത്തിലെ വിവാദങ്ങളിലേക്ക് AK ആന്റണിയെ കൂടി വലിച്ചഴിച്ചാണ് മുഖ്യമന്ത്രി സുധീരന് മറുപടി നൽകിയത്. ചാരായം നിരോധിച്ചതിന് ശേഷം ബീവറേജസ് ഔട്ട്ലെറ്റുകൾ തുടങ്ങിയത് AK ആന്റണിയുടെ പ്രായോഗിക നടപടിയാണ്. വീര്യം കൂടിയ മദ്യം വിൽക്കുന്നതിനെ അന്ന് എതിർക്കാതിരുന്നവർ ബിയർ വൈൻ പാർലറുകൾ തുറക്കുന്നത് എതിർക്കുന്നു. മദ്യനയം വിജയിപ്പിക്കാനാണ് പ്രായോഗിക മാറ്റങ്ങൾ വരുത്തിയത്. ബീവറേജസ് ഔട്ട്ലെറ്റുകൾ തുറന്നപ്പോൾ എതിർക്കാതിരുന്ന KCBCയും ഇക്കാര്യങ്ങൾ ഓർക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചാരായ നിരോധനം വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ഇങ്ങനൊരു സംവിധാനം വേണം. അതാണ് പ്രായോഗികത. അന്ന് ഇവരാരും എതിർത്തില്ല. ഇന്ന് വൈനും ബിയറിനും എതിർക്കുന്നവർ ചാരായം നിരോധിച്ച ശേഷം വീര്യം കൂടിയ മദ്യം ഇവിടെ ലഭ്യമാകത്തക്ക വിധത്തിലുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കി. അധികാരം കയ്യിലുണ്ടെങ്കിൽ എല്ലാമായെന്ന് ധരിക്കരുതെന്ന കരുണാകരൻ അനുസ്മരണ ദിനത്തിലെ സുധീരന്റെ പ്രസംഗത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകി. അതൊരു പൊതുവായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, അതൊരു യാഥാർത്ഥ്യമാണ്, അതെല്ലാവർക്കും ബാധകമാണ്. ശ്രീ K കരുണാകരൻ എന്നും ജനങ്ങളോടൊപ്പം പ്രവർത്തകരോടൊപ്പം പ്രവർത്തിച്ച നേതാവാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരൊറ്റപ്പെടുന്ന ഒരു അവസരം ഒരിക്കലും ഉണ്ടായതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. നിർബന്ധിത മതപരിവർത്തനം സംസ്ഥാനത്ത് നടക്കുന്നില്ല. സർക്കാർ ഇടപെടേണ്ട സാഹചര്യം ഇക്കാര്യത്തിൽ ഇല്ലെന്നും മന്ത്രിസഭാ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാലക്കാട് ചിറ്റൂരിൽ ക്രിസ്മസ് സന്ദേശം നൽകിയ പാസ്റ്റർമാരെ RSSകാർ മർദ്ദിച്ചു. പാലക്കാട് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് എന്ന സംഘടനയുടെ പാസ്റ്റർമാരെയാണ് 5 അംഗ സംഘം മർദ്ദിച്ചത്. മതപരിവർത്തനം ലക്ഷ്യം വെച്ചുള്ള പ്രചരണം അനുവദിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനമെന്ന് പാസ്റ്റർ ജോൺ പീപ്പിളിനോട് പറഞ്ഞു. ചിറ്റൂർ തത്തമംഗലത്ത് വെച്ചാണ് ക്രിസ്മസ് സന്ദേശം നൽകുകയായിരുന്ന പാസ്റ്റർമാർക്കു നേരെ RSS ആക്രമണം ഉണ്ടായത്. പാലക്കാട് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് എന്ന സംഘടനയുടെ പേരിൽ പ്രധാന തെരുവുകൾ കേന്ദ്രീകരിച്ച് ക്രിസ്മസ് സന്ദേശം നൽകി വരികയായിരുന്നു പാസ്റ്റർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം. 2 പാസ്റ്റർമാരെയും കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളെയുമാണ് നാട്ടുകാർ നോക്കി നിൽക്കെ മർദ്ദിച്ചത്. മതപരിവർത്തനം ലക്ഷ്യം വെച്ചുള്ള പ്രചരണം അനുവദിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനമെന്ന് സംഘത്തിലുണ്ടായിരുന്ന പാസ്റ്റർ PA ജോൺ പീപ്പിളിനോട് പറഞ്ഞു. പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന വേളയിൽ അവർ 5-6 പേരുണ്ടായിരുന്നു. അവർ സുബ്രഹ്മണ്യനെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് നിന്നോട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയും സുബ്രഹ്മണ്യനെ പുറത്തും മുഖത്തുമൊക്കെ അവർ മാറി മാറി അടിച്ചു. അതിനുശേഷം വേറെ റോയി എന്ന് പറഞ്ഞ പാസ്റ്ററേയും ഫ്രാൻസിസ് എന്ന് പറഞ്ഞ പാസ്റ്റർ അവർ തല്ലി. ഇവിടെ സുവിശേഷം പറയാൻ പാടില്ല, യേശുവിനെക്കുറിച്ച് പറയാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞാണ് അവർ മർദ്ദിച്ചത്. എല്ലാ വർഷവും സംഘടനയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് സന്ദേശം നൽകാറുണ്ടെന്ന് ഇവർ പറഞ്ഞു. കഴിഞ്ഞ 3 ദിവസമായി പാലക്കാട് ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ സന്ദേശവുമായി സഞ്ചരിച്ചു വരികയാണ്. ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും ആശയപ്രചരണത്തിന് സ്വാതന്ത്ര്യമുണ്ടെന്നും മതപരിവർത്തനം തങ്ങളുടെ രീതിയല്ലെന്നും ഇവർ വ്യക്തമാക്കി. നിലവിൽ പോലീസിൽ പരാതിപ്പെടേണ്ടതില്ലെന്ന നിലപാടിലാണ് മർദ്ദനമേറ്റവർ. AK ലതീഷ്, പാലക്കാട്. കൊല്ലം അമൃത യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ അന്തർദേശീയ കോൺഫറൻസ് സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ സാങ്കേതിക വികാസം ലക്ഷ്യമിട്ട് നടന്ന സെമിനാറിൽ IIT-ലേത് അടക്കം രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. MG യൂണിവേഴ്സിറ്റി VC ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ, കേരള വെറ്റിനറി ആൻഡ് ആനിമേഷൻ സയൻസ് വൈസ് ചാൻസലർ ഡോക്ടർ B അശോക്, സ്വാമി അമൃത സ്വരൂപാനന്ദപുരി, ഡോക്ടർ വെങ്കടരംഗൻ, പ്രൊഫസർ SV രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരാൾക്ക് 5 ടിൻ അരവണ വീതം നൽകുമെന്ന് മന്ത്രി VS ശിവകുമാർ. അരവണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ 5 ടിൻ വീതം നൽകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. നാളെ മുതൽ കൂടുതൽ ടിന്ന് ഓരോ ആളിന് നൽകും. മകരവിളക്കിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ അരവണ പ്രസാദം വിതരണം ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളെടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
35ാമത് ദേശീയ ഗെയിംസിന്റെ തീം സോങ്ങും പ്രൊമോ വീഡിയോയും പുറത്തിറക്കി. പത്മശ്രീ ഹരിഹരൻ സംഗീതം നിർവഹിച്ച തീം സോങ്ങും ഗെയിംസ് ഗുഡ്വിൽ അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ അഭിനയിച്ച പ്രൊമോ വീഡിയോയും ഗെയിംസിന്റെ ആവേശം ഇരട്ടിയാക്കും. കേൾവിക്കാരിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റും യുവത്വത്തിന്റെ ഹർഷോന്മാദവും നിറച്ച് അവരെ ആവേശത്തിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കുന്ന തരത്തിലാണ് 35ാമത് ദേശീയ ഗെയിംസിന്റെ തീം സോങ് തയ്യാറാക്കിയിരിക്കുന്നത്. പത്മശ്രീ ഹരിഹരൻ സംഗീതം നിർവഹിച്ച തീം സോങ്ങിൽ പത്മശ്രീ KJ യേശുദാസ്, ശ്രേയ ഘോഷൽ, സലീം മർച്ചന്റ്, ബെന്നി ദയാൽ, ശ്വേത മോഹൻ, ബ്രോദ വി, അക്ഷയ് ഹരിഹരൻ, സൈബു വി സൈമൺ തുടങ്ങിയവരാണ് പാടിയിരിക്കുന്നത്. വരികൾ ജാവേദ് അക്തറുടെയും. ദേശീയോദ്ഗ്രഥനവും കായികക്ഷമതയുമാണ് 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനത്തിന്റെ കാതൽ. ദേശീയ ഗെയിംസിന്റെ ആവേശം ഇരട്ടിയാക്കുന്നതാണ് ഗെയിംസിന്റെ ഗുഡ്വിൽ അംബാസിഡർ കൂടിയായ സച്ചിൻ അഭിനയിച്ച പ്രൊമോഷണൽ വീഡിയോ. Everything I am, I owe to the sport and love. And as we get ready...